ഹായ് എല്ലാവർക്കും എസ് സി ആർ ടി സമഗ്രയിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത്. 2026 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ 152ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറിന്റെ 152ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി ഏർപ്പെടുത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VM സുധീരനാണ് കേട്ടോ. VM സുധീരനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത്. VM സുധീരനാണ്. കാടിറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ലാൻഡ്സ്കേപ്പ് പ്ലാൻ കേട്ടോ. ലാൻഡ്സ്കേപ്പ് പ്ലാനാണ്. കാടിറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ലാൻഡ്സ്കേപ്പ് പ്ലാനാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് രൂപീകരിച്ച പ്രത്യേക നിർദ്ദേശക ഏജൻസിയുടെ അധ്യക്ഷയാണ് PT ഉഷ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസി അധ്യക്ഷയാണ് PT ഉഷയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അത് ഇന്ത്യ കേട്ടോ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് വേദി. സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യമാണ് വെനസ്വേല. സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് വെനസ്വേലയാണ്. ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന സൗന്ദര്യ മത്സരങ്ങളാണ് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് എർത്ത്, മിസ് ഇന്റർനാഷണൽ. സൗന്ദര്യ റാണികളുടെ ഫാക്ടറി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? അത് വെനസ്വേല കേട്ടോ. വെനസ്വേലയാണ് സൗന്ദര്യ റാണികളുടെ ഫാക്ടറി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യമാണ് വെനസ്വേല. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മീനായിട്ട് കണക്കാക്കപ്പെടുന്ന മീനാണ് അറ്റ്ലാന്റിക് ബ്ലൂ ഫിൻ ട്യൂണ. ബ്ലൂ ഫിൻ ട്യൂണയാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മീനായിട്ട് കണക്കാക്കപ്പെടുന്ന ഏതാണ്? അറ്റ്ലാന്റിക് ബ്ലൂ ഫിൻ ട്യൂണ. ബ്ലൂ ഫിൻ ട്യൂണയാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മീൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനാണ് ബേല താർ. ബേല താറാണ് ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനാണ് അന്തരിച്ചത് കേട്ടോ. ബേല താറാണ്. സൂര്യാസ്ത്ര റോക്കറ്റ് സംവിധാനത്തിനായിട്ട് ഇന്ത്യൻ സൈന്യം കരാർ ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രായേൽ കേട്ടോ. സൂര്യാസ്ത്ര റോക്കറ്റ് സംവിധാനം ഏതാണ്? സൂര്യാസ്ത്ര റോക്കറ്റ് സംവിധാനത്തിനായിട്ട് ഇന്ത്യൻ സൈന്യം കരാർ ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രായേലാണ്. പശ്ചിമ ബംഗാളിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് നന്ദിനി ചക്രവർത്തിയാണ്. നന്ദിനി ചക്രവർത്തി എവിടുത്തെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ്? പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി നിയമിതനായത് നന്ദിനി ചക്രവർത്തിയാണ്. അമിതാവ് ഘോഷിന്റെ പുതിയ നോവലാണ് ഗോസ്റ്റ് ഐ. ഗോസ്റ്റ് ഐ എന്ന നോവൽ എഴുതിയതാരാണ്? അമിതാവ് ഘോഷ് കേട്ടോ. അമിതാവ് ഘോഷിന്റെ എത്രാമത്തെ നോവലാണ്? അത് 11ാമത്തെ നോവലാണ്. അമിതാവ് ഘോഷിന്റെ 11ാമത്തെ നോവലാണ് ഗോസ്റ്റ് ഐ ആണ്. ഗോസ്റ്റ് ഐ. അമിതാവ് ഘോഷിന് ജ്ഞാനപീഠ ലഭിച്ച വർഷമാണ് 2018 കേട്ടോ. 2018 54ാമത് ജ്ഞാനപീഠ അവാർഡാണ് അമിതാവ് ഘോഷിന് 2018 ലഭിച്ചത്. മാതാപിതാക്കൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് താൽക്കാലികമായിട്ട് പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഫോസ്റ്റർ കെയർ. ഫോസ്റ്റർ കെയർ. മാതാപിതാക്കൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് താൽക്കാലികമായിട്ട് പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഫോസ്റ്റർ കെയർ ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തിയാരാണ്? VK ഇബ്രാഹിം കുഞ്ഞാണ് അന്തരിച്ചത്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തിയാണ് VK ഇബ്രാഹിം കുഞ്ഞാണ്. 11 വർഷം ഡൽഹി ഭരിച്ച AAP സർക്കാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാനും നിലവിലെ സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അറിയിക്കാനും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത യുവജനങ്ങളെ ക്ഷണിച്ച പരിപാടിയുടെ പേരാണ് ലഞ്ച് പേ ചർച്ച. എന്താണ് ലഞ്ച് പേ ചർച്ച? 11 വർഷം ഡൽഹി ഭരിച്ച AAP സർക്കാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാനും നിലവിലെ സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അറിയിക്കാനും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത യുവജനങ്ങളെ ക്ഷണിച്ച പരിപാടിയുടെ പേരാണ് ലഞ്ച് പേ ചർച്ച കേട്ടോ. ലഞ്ച് പേ ചർച്ച. സോമനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള ആദ്യ ആക്രമണത്തിന്റെ എത്രാമത് വാർഷികമാണ് 2026 ജനുവരിയിൽ ആഘോഷിക്കുന്നത്? 1000 കേട്ടോ. 1000ാമത്. സോമനാഥ ക്ഷേത്രത്തിലെ ത്തിന്മേലുള്ള ആദ്യത്തെ ആക്രമണത്തിന്റെ എത്രാമത് വാർഷികമാണ്? 1000 കേട്ടോ. 1000 വർഷമായിട്ടുണ്ട്. സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ് സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 1026 ജനുവരിയിൽ ഗസ്നവിഡ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹ്മൂദ് ഗസ്നി ട്ടോ. മഹ്മൂദ് ഗസ്നിയാണ് ആദ്യമായിട്ട് ആക്രമിച്ചത്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായ വ്യക്തിയാണ് സുരേഷ് കൽമാഡി. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായ വ്യക്തിയാണ് സുരേഷ് കൽമാഡിയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രതിവർഷം 1 കോടി യാത്രക്കാർ യാത്ര ചെയ്യുന്ന 4ാമത്തെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ദക്ഷിണേന്ത്യയിലെ പ്രതിവർഷം 1 കോടി യാത്രക്കാർ യാത്ര ചെയ്യുന്ന 4ാമത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി വിമാനത്താവളമാണ്.
19ാമത് കഥകളി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ചെറുകോൽപ്പുഴ. 19ാമത് കഥകളി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ചെറുകോൽപ്പുഴയാണ്. കളിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രൊഫഷണൽ ടെന്നീസ് പ്ലേയേഴ്സ് അസോസിയേഷൻ തുടങ്ങിയതാരാണ്? നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ച് ആണ് 2021 സ്റ്റാർട്ട് ചെയ്തത്. കളിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രൊഫഷണൽ ടെന്നീസ് പ്ലേയേഴ്സ് അസോസിയേഷൻ തുടങ്ങിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ആഷസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാണ് സ്റ്റീവ് സ്മിത്ത്. ആഷസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാണ് സ്റ്റീവ് സ്മിത്ത് ആണ്. ആദ്യ താരമാണെങ്കിൽ ഡോൺ ബ്രാഡ്മാൻ കേട്ടോ. ഡോൺ ബ്രാഡ്മാൻ ആണ് ആഷസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ഡോൺ ബ്രാഡ്മാനോ. രണ്ടാമത്തെ താരമാണ് സ്റ്റീവ് സ്മിത്ത് കേട്ടോ. സ്റ്റീവ് സ്മിത്ത് ആണ്. പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി നിയമിതനായതാരാണ്? അത് നിയമിതനായത് നന്ദിനി ചക്രവർത്തി. നന്ദിനി ചക്രവർത്തിയാണ്. ഗോസ്റ്റ് ഐ എന്നത് ആരുടെ നോവല? അമിതാവ് ഘോഷിന്റെ നോവലാണ് ഗോസ്റ്റ് ഐ ആണ്. മാതാപിതാക്കൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് താൽക്കാലികമായി പരിചരണം സംരക്ഷണം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഫോസ്റ്റർ കെയർ കേട്ടോ. എൻ്റെ പേര് ഫോസ്റ്റർ കെയർ ആണ്. UN പൊതുസഭ 2026 3 അന്താരാഷ്ട്ര വർഷങ്ങളായി പ്രഖ്യാപിച്ചു. അത് ഏതൊക്കെയാണ്? UN പൊതുസഭ 2026 3 അന്താരാഷ്ട്ര വർഷങ്ങളായി പ്രഖ്യാപിച്ചത് വനിതാ കർഷകരുടെ വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം, സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ സേവകരുടെ വർഷം. വനിതാ കർഷകരുടെ വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം, സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ സേവകരുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ഫ്രാൻസിലാണ്. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസിലാണ്. 52ാമത് ഉച്ചകോടിയാണ് 2026 നടക്കുന്നത്. 52ാമത്തെ ഉച്ചകോടി നടക്കുന്നത്. 2026 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിലെ അതിഥികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്തു തൊഴിലാളികളാണ് KV ബിന്ദുവും എലിസബത്ത് ജോർജാണ്. 2026 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിലെ അതിഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്തു തൊഴിലാളികളാണ് KV ബിന്ദുവും എലിസബത്ത് ജോർജും. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതാ? മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം ജില്ല കേട്ടോ. കൊല്ലം ജില്ലയിലാണ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിലാണ്. റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. റോഡ് ഉൽപാദനത്തിനായിട്ട് ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ശ്രീനാരായണ ഗുരു SNDP യോഗ രൂപീകരണ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് 2026 എത്ര വർഷം തികഞ്ഞു? 123 വർഷം. 1, 2, 3 കേട്ടോ. 123 വർഷം തികഞ്ഞത്. ശ്രീനാരായണ ഗുരു SNDP യോഗം രൂപീകരണ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് 2026 എത്ര വർഷം തികഞ്ഞത്? 123 വർഷം തികഞ്ഞത്. സമ്മേളനം നടന്നത് സ്ഥലം എവിടെയാണ്? ഏത് ഡേറ്റ്? സമ്മേളനം നടന്നത് അരുവിപ്പുറാണ് നടന്നത്. സമ്മേളനം നടന്ന ഡേറ്റ് 1903 ജനുവരി 7 അരുവിപ്പുറം സമ്മേളനം നടന്നത് കേട്ടോ. 1903 ജനുവരി 7. 1903 ജനുവരി 7 2026 123 വർഷം തികഞ്ഞു. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്തനായ നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കറാണ്. ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്തനായ നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കരൻ. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 PK വീരമണിദാസൻ. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ 2026 ലഭിച്ചത് തിരുവിഴ ജയശങ്കർ. ഹരിവരാസന പുരസ്കാരം 2026 ലഭിച്ചത് തിരുവിഴ ജയശങ്കറിനാണ്. 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 24 PK വീരമണിദാസിന്, 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലയാണ് കൽപ്പറ്റ. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ല ഏതാണ്? കൽപ്പറ്റയാണ്. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് മലയാളശ്രീ. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് മലയാളശ്രീയാണ്. US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് പിടിച്ചെടുത്ത റഷ്യയുടെ എണ്ണ ടാങ്കിന്റെ പേരാണ് മരിനേര. ആദ്യ പേര് ബെല്ല 1 ആണ്. US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് പിടിച്ചെടുത്ത റഷ്യയുടെ എണ്ണ ടാങ്കിന്റെ പേരെന്താണ്? മരിനേരന്റെ ആദ്യ പേര് ബെല്ല 1 ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് കേട്ടോ. സംസ്ഥാന നിയമസഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. സംസ്ഥാന നിയമസഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏത് ജില്ലയിലാണ്? കടമക്കുടി ഗ്രാമീൺ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലാണ് വരുന്നത്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 4 വൻകിട ജലവൈദ്യുത പദ്ധതികളാണ് പാക്കൽ ദുൽ, കിരു, ക്വാർ, റാറ്റിൽ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 4 വൻകിട ജലവൈദ്യുത പദ്ധതികളാണ് പാക്കൽ ദുൽ, കിരു, ക്വാർ, റാറ്റിൽ. കിരു, ക്വാർ, റാറ്റിൽ, പാക്കൽ ദുൽ. ഹിമയുഗത്തില് വംശനാശം സംഭവിച്ച വൂളി മാമത്തുകളെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ തിരികെ കൊണ്ടുവരാൻ പരീക്ഷണങ്ങൾ ആരംഭിച്ച കമ്പനിയാണെങ്കിൽ കൊളോസൽ ബയോസയൻസ്. ഹിമയുഗത്തിൽ വംശനാശം സംഭവിച്ച വൂളി മാമത്തുകളെ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ തിരികെ കൊണ്ടുവരാൻ പരീക്ഷണങ്ങൾ ആരംഭിച്ച കമ്പനിയാണെങ്കിൽ അതാണ് കൊളോസൽ ബയോസയൻസ് കേട്ടോ. കൊളോസൽ ബയോസയൻസ്. ലോകത്തിലെ രണ്ടാമത്തെ എൻവിയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ എൻവിയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഒന്നാമത്തത് UK-യിലാട്ടോ. UK-യിലാണ്. ആദ്യത്തെ എൻവിയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി നിലവിൽ വന്നത് ആദ്യമായിട്ട് വന്നത് UK-യിലാണ്. രണ്ടാമത് വന്നത് ഡൽഹിയിലാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ചരിത്രം, സംസ്കാരം, സർഗാത്മകത, ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് ഹെറിറ്റേജ് നെറ്റ്വർക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചരിത്രം, സംസ്കാരം, സർഗാത്മകത, ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് ഹെറിറ്റേജ് നെറ്റ്വർക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് ഹെറിറ്റേജ് നെറ്റ്വർക്ക് തുടക്കം കുറിച്ച സ്റ്റേറ്റ് ഏതാണ്? അത് കേരളത്തിലാണ്. കേരള കൗമുദിയുടെ 114ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഉമാമഹേശ്വരി തയ്യാറാക്കിയ പുസ്തകമാണ് ശ്രീ പത്മനാഭം എന്ന പുസ്തകം രചിച്ചതാരാണ്? ഉമാമഹേശ്വരിയുടെ ബുക്കാണ് ശ്രീ പത്മനാഭം. കേരള കൗമുദിയുടെ 114ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഉമാമഹേശ്വരി തയ്യാറാക്കിയ പുസ്തകമാണ് ശ്രീ പത്മനാഭം. പൈതൃക ടൂറിസം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് 33 സ്പൈസ് റൂട്ട്സ് യാത്രാപാതകൾ പ്രഖ്യാപിച്ച സ്റ്റേറ്റാണ് കേരളം. പൈതൃക ടൂറിസം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് 33 സ്പൈസ് റൂട്ട്സ് യാത്രാപാതകൾ പ്രഖ്യാപിച്ച സ്റ്റേറ്റാണ് കേരളം. ഫോർച്യൂണ വേവ് എന്ന പേരിലുള്ള പുതിയ ലോഗോ അവതരിപ്പിച്ച ബാങ്ക് ഏത് ബാങ്കാണ്? അത് ഫെഡറൽ ബാങ്കാണ്. ഫോർച്യൂണ വേവ് എന്ന പേരിലുള്ള പുതിയ ലോഗോ അവതരിപ്പിച്ച ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് വിദ്യാ ബാലനാണ്. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ബാംഗ്ലൂരു ആണ്. 9ാം സ്ഥാനമാണ് തിരുവനന്തപുരം. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ബാംഗ്ലൂരു, 9ാമതെത്തിയത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എയർബസ് A321 XLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനിയാണ് ഇൻഡിഗോ. ഇന്ത്യയിലെ ആദ്യത്തെ എയർബസ് A321 XLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനി ഏതാണ്? അത് ഇൻഡിഗോയാണ്. 32ാമത് സ്വദേശി സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് കേരള കേന്ദ്ര സർവകലാശാല. 32ാമത് സ്വദേശി സയൻസ് കോൺഗ്രസിന്റെ വേദി കേരള കേന്ദ്ര സർവകലാശാലയാണ്. 32ാമത് സ്വദേശി സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് കേരള കേന്ദ്ര സർവകലാശാലയാണ്. തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് MM ഹസനാണ്. തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? MM ഹസനാണ് ലഭിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ 470ാമത് സമാധി വാർഷിക ദിനം ജനുവരി 9-നാട്ടോ. അപ്പൊ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് MM ഹസനാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. ലോകത്തിലെ ആദ്യത്തെ എൻവിയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി നിലവിൽ വന്നത് UK-യിലാണ്. രണ്ടാമത്തെ എൻവിയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി നിലവിൽ വന്നത് ഡൽഹിയിലാണ്.
പൈതൃക ടൂറിസം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് 33 സ്പൈസ് റൂട്ട്സ് യാത്രാപാതകൾ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ഫോർച്യൂണ വേവ് എന്ന പേരുള്ള പുതിയ ലോഗോ അവതരിപ്പിച്ചത് ഏത് ബാങ്കാണ്? അത് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് വിദ്യാ ബാലൻ. ഓക്കെ, താങ്ക് യു.